തിരുവോണം നാളുകാരെ സംബന്ധിച്ച് ഈ 2024 ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പൊതുവെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെടാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കാര്യപരാജയങ്ങൾക്കിടയുണ്ട്. ശ്രദ്ധിക്കുക. കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ആവക സന്ദർഭങ്ങളെ തരണം ചെയ്യാൻ ശ്രമിക്കണം. ബിസിനസ്സിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യേണ്ടതാണ്. കസ്റ്റമർമാരുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബിസിനസ് കുറയാതെ ഇരിക്കുന്നതിന് കൂടുതൽ ജാഗ്രതയോടുകൂടിയ ഇടപെടലുകൾ ആവശ്യമാണ്. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ പൊതുവെ തൃപ്തികരമായിട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയും. ഔദ്യോഗിക മേഖലകളിൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചെല്ലാം ചെയ്യുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ച് അത് ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്ര സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ അനാവശ്യമായ ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഇരിക്കുക. സംഭാഷണത്തിൽ വളരെയധികം കരുതലും മിതത്വവും ശീലിക്കുക. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. വസ്തുതകൾ ശരിയായി പഠിച്ച് മനസ്സിലാക്കി വേണ്ടതുപോലെ മുമ്പോട്ട് പോവുക. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പാഴ്ചെലവുകൾ വർദ്ധിച്ചേക്കാനിടയുണ്ട്. അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. കൂടുതൽ സൂക്ഷ്മമായ വിവരങ്ങൾ അറിയുന്നതിന് സമ്പൂർണമായ രാശി ചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.